ഇതുപോലൊരു മാല ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി OHP ഷീറ്റിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. റൗണ്ടും ഇതുപോലുള്ള സ്റ്റോണും മുഴുവനായിട്ടും ഒട്ടിച്ചെടുക്കുക. ശേഷം തൊട്ട് മുകളിലും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. വീഡിയോ ശ്രദ്ധിച്ച് ചെയ്യുക. ഇതുപോലെ ഒരു 4 സെറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ സെൻറ്ററിലൊക്കെ കുഞ്ഞു കുഞ്ഞു പേള് വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യുക കേട്ടോ. ബാലൻസ് ഉള്ള OHP ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. പിറകിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതുപോലെ ഐപ്പിന് വെച്ച് കൊടുക്കുക കേട്ടോ. താഴെ 3 മുകളിൽ 1 ആണ് വെച്ച് കൊടുക്കുന്നത്. വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് OHP ഷീറ്റ് വെച്ച് കൊടുക്കുക. ഇതുപോലെ 2 പീസ് ഉണ്ടാക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഗിയർ വയർ എടുത്ത് അതിൽ ഗിയർ ലോക്ക് ഇട്ട് ഈ ഒരു പീസ് ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായി ലോക്ക് ചെയ്ത് കൊടുക്കാം. പേളിട്ട് കൊടുക്കാം. സെക്കൻഡ് പീസിൻ്റെ ഉള്ളിലൂടെയും ഇതുപോലെ ഇട്ട് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് എടുക്കണം കേട്ടോ. ഇതുപോലെ നമുക്കൊരു 3 ലെയറാണ് ഉണ്ടാക്കി എടുക്കേണ്ടത്. വേറൊരു ഗിയർ വയർ എടുത്ത് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഇട്ട് നന്നായി ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശേഷം പേളിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെക്കൻഡ് പീസ് എടുക്കുക. അതിൻ്റെ മുകൾ വശത്തു കൂടി ഇതുപോലെ ഇട്ടിട്ട് അതും നന്നായി ലോക്ക് ചെയ്തെടുക്കുക. സിമ്പിളായി അടിപൊളി മാല തയ്യാറായിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.